ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തിയായ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അരിപ്പൊടിയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നമ്മളിത് ആവിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ പേരും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതിനെ എടുക്കുക. അതായത് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതിനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുന്നത് പാലിലാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പോളം പാൽ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5-6 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വേറെ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിലൊരു 6 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കുക്കറിനൊക്കെ ഒരു 4 വിസിലടിച്ചാൽ തന്നെ നല്ലപോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് 6 വിസിലടിച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പപ്പട കമ്പി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് കിട്ടണം കേട്ടോ. മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാലിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു പാകത്തിനുള്ളൊരു മധുരമാണ് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും ക്യാരറ്റിൻ്റെ പീസൊന്നുമില്ല, എല്ലാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഏത് പാത്രത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേക്ക് ടിന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് വേണമെന്നില്ല, കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്, ക്രഷ് ചെയ്തത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് കുക്കായി വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഇത് ഇടയിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ സമയമൊന്നും വേണ്ട, വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോഴേക്കും ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റും അരിപ്പൊടിയും വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് വശമൊക്കെ കണ്ടോ വിട്ട് വന്നിക്കണു. പിന്നെ നെയ്യൊന്ന് തടവി കൊടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു വശം കണ്ടോ വിട്ട് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് കയ്യിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് വിട്ട് കിട്ടും. അപ്പോൾ അത്ര എളുപ്പമാണ് കേട്ടോ. ഇത് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിവശം കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റുമാണിത്.
അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് സ്നാക്സുകളൊന്നും ഇല്ലെങ്കിൽ ക്യാരറ്റും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ മാത്രം കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ പാല് ചേർത്തിട്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എന്തായാലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കൂ. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കെറ്റിനിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ 6 ഇഞ്ചിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതേ കട്ടിയിലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.